നമ്മുടെ കൂട്ടുകാരനും നമ്മുടെ കൂട്ടുകാരിയും അവരുടെ കുട്ടികളൊക്കെ ഉണ്ട്. അവരെന്തായാലും കുതിരപ്പുറത്ത് കയറിയ. പോയിട്ടോ. സത്യത്തിൽ ഞങ്ങളുടെ രാധ ചേച്ചിയൊക്കെയാണ് കേട്ടോ വനിതാ ദിനം അടിപൊളിയായിട്ട് ആഘോഷിക്കണേ. പുള്ളിക്കാരിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കുതിരപ്പുറത്ത് കയറുന്നു. എന്തായാലും ഞങ്ങൾ പൊന്മുടി ഡാമിൽ വന്നപ്പോൾ അവിടെ ഒരു ഹോഴ്സ് റൈഡിംഗ് ഒക്കെ സർവീസ് കൊടുക്കുന്നു. അപ്പോൾ പുള്ളിക്കാരി ധൈര്യപൂർവ്വം കയറിയതാ അടിപൊളിയായിട്ട് റൈഡിങ് കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ എപ്പോഴാണ് സത്യത്തിൽ ഹോഴ്സ് റൈഡിങ്ങും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഒരു സംശയം വേണ്ട, നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ല നമ്മൾ 60കളിലോ 65കളിലോ ഒന്നും അഡ്വഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് അല്ല ചെറുപ്രായത്തിൽ ചെയ്യുന്നത്. ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തെ ഇതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടും റിസ്ക് എടുക്കാനുള്ള ശേഷിയൊക്കെ വർദ്ധിക്കുകയും അവരെന്താ പറയുക അവരുടെ കാലിബർ വർദ്ധിക്കും. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ തരത്തിലുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു? കുഞ്ഞു ഇഷ്ടപ്പെട്ടാ? സൂപ്പറായിരുന്നാ? ആഹാ, എങ്ങനെയുണ്ടായിരുന്നാ? പേടിയുണ്ടായിരുന്നാ? ചെറുതായിട്ട്. ഇപ്പം പേടി മാറിയില്ലേ? അങ്ങനെയുള്ള ജീവിതത്തിലുള്ള പേടി മാറ്റലാണ് ഇതുപോലത്തെയുള്ള എല്ലാ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിന്റെയും ലക്ഷ്യം. ഇങ്ങനെ 40കളിൽ യൗവനം കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ബാല്യവും കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ വിപ്ലവ സിംഹമായ ശ്യാംദാസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 40കളിലും 60കളിലും അല്ല, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് 10കളിലും 14കളിലും 16കളിലും ഒക്കെ ഇതുപോലെ അഡ്വഞ്ചറസ് ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കണം. അവരെ കൂടുതൽ ധൈര്യത്തോടുകൂടി ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള കാലിബറുള്ള കുട്ടികളാക്കി മാറ്റിയെടുക്കണം. ഓക്കെ, താങ്ക് യു.